അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാരറ്റും ആരോട്ട് ബിസ്ക്കറ്റും കൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ ഇതിലേക്ക് 250 ഗ്രാം അളവിൽ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. തീരെ ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ആരോട്ട് ബിസ്ക്കറ്റാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 15 ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ട്. ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുക്കണമെന്ന് പറയുമ്പോൾ തീരെ ഫൈനായിട്ട് ചെയ്തെടുക്കല്ലേ, നമുക്ക് ആ ഒരു ചെറിയ തരികളായിട്ട് അങ്ങനെയാണ് കേട്ടോ പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിലും ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നല്ലപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ആ ഒരു ക്യാരറ്റും കൂടി ചേർത്തിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ടൈം മീഡിയം ടു ലോ ഫ്ലെയിമിൽ കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ആ ഒരു ക്യാരറ്റിൻ്റെ പച്ചച്ചുവയ്ക്ക് നല്ലപോലെ മാറി കിട്ടണം. അതുപോലെ തന്നെ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് കുക്കായി വരണം കേട്ടോ. അതായത് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിനായിട്ട് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമ്മൾ വീണ്ടും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വീണ്ടും ഒരു 10 മിനിറ്റ് ടൈം നമ്മൾ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ആ ഒരു പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായിട്ട് നമുക്ക് ആ ഒരു ക്യാരറ്റ് ഒന്നുകൂടി ഒന്ന് ആ ഒരു കുക്കായി നമുക്കൊന്നുകൂടി ഡ്രൈ ആയി കിട്ടും കേട്ടോ. കളറും കൂടി ഒന്ന് ചേഞ്ചായി വരും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ കിട്ടുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലില്ലെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര എടുത്താലും മതി കേട്ടോ. ടേസ്റ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ടൈമും കൂടി ഒന്ന് നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു ഏലക്കാപ്പൊടി കൂടി കൊടുത്തിട്ട് പിന്നെ ഇനി അധികം കുക്ക് ചെയ്യേണ്ട കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഒരു വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീരെ ചെറുതായിട്ട് ഞുറുക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഒന്ന് മാറ്റാൻ പറ്റുന്ന രീതിയിലേക്ക് ഇത് കിട്ടും കേട്ടോ. നല്ല തിക്കായിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു സ്ക്വയർ ട്രേ എടുത്തിട്ടുണ്ട്. കുറച്ച് ബട്ടർ പേപ്പറും കൂടി ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നെയ്യൊന്ന് തടകി എടുത്താലും മതി കേട്ടോ. നമുക്ക് എളുപ്പത്തിലൊന്ന് ഇളക്കി എടുക്കാനാണ്. അപ്പോൾ ഇതുപോലെ കൊടുത്തിട്ട് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അതിനുശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ നന്നായിട്ട് അങ്ങ് സെറ്റായി കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കിട്ടും. ഞാൻ ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോപ്പിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊടുത്തിട്ടുണ്ട്. കാണാനൊരു ഭംഗിക്കും പിന്നെ കഴിക്കുമ്പോൾ ചെറിയ ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സ്വീറ്റ്. അപ്പോൾ നമ്മൾ ക്യാരറ്റും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ബർഫിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഈസി റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം. താങ്ക്